കഥ ചൊല്ലട്ടുമ്മ. നമ്മൾ ഈ ഭംഗിയുള്ള കുന്നും മലയും കയറി ഈ ഭംഗിയുള്ള കാഴ്ച കണ്ടുകൊണ്ട് എങ്ങോട്ടാ പോണേന്ന് ഇപ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടാവില്ലേ? ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ്, നമ്മളിപ്പോൾ കാണുന്നത് നമ്മുടെ മൈസൂരിൻ്റെ ഒരു ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ഏരിയൽ വ്യൂ ആണ്. ഈ പോയിന്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് 90-80% ഓഫ് മൈസൂർ കാണാൻ പറ്റും എന്നാണ് നമ്മുടെ ടൂർ ഗൈഡ് നമ്മളോട് പറഞ്ഞത്. സോ ഈ മനോഹര ദൃശ്യം കണ്ടുകൊണ്ട് നമ്മൾ ഹെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഒരു സ്പെഷ്യൽ പ്ലേസിലേക്കാണ്, ചാമുണ്ടേശ്വരി ഹിൽസ്. അപ്പോൾ എന്തായിരിക്കും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്നറിയാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ? ഇവിടുത്തെ ഒരു ക്ഷേത്രം ഇപ്പോൾ വളരെ പ്രസിദ്ധമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അവിടെ ഒരു ക്ഷേത്രം വന്നത്, എന്താണ് അതിൻ്റെ പിന്നത്തെ കഥ, അതറിയണ്ടേ നമുക്ക്? ഇവിടെ ഒരു ഭയങ്കര ഭീകരനായ ഭയങ്കര ഡിസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു ഡീമൺ ഉണ്ടായിരുന്നു. ആളുടെ പേരാണ് മഹിഷാസുരൻ. പേരിൽ തന്നെ കുറച്ച് വെയിറ്റില്ലേ. പുള്ളി ഇവിടെ ഭയങ്കര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. ആ നേരത്ത് നമ്മുടെ പാർവതി ദേവി ചാമുണ്ടിയുടെ രൂപമെടുത്തുകൊണ്ട് ഈ മലയിൽ പ്രത്യക്ഷപ്പെട്ട് ഈ മഹിഷാസുരനെ ഒരു പാഠം പഠിപ്പിച്ചു. അന്ന് തൊട്ടാണ് ഈവൻ മൈസൂർ എന്നുള്ള പേരിലേക്ക് തന്നെ എത്താൻ സാധിച്ചതെന്നാണ് നമ്മുടെ മുന്നിൽ പോകുന്ന ഈ ചുറുചുറുക്കോടെ നമ്മളെ ഗൈഡ് ചെയ്യുന്ന നമ്മുടെ ടൂർ ഗൈഡ് നമ്മളോട് പറഞ്ഞത്. അങ്ങ് ദൂരെ കാണുന്ന ആ തലയെടുപ്പോടെ നിൽക്കുന്ന ക്ഷേത്രമാണ് പാർവതി ദേവിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള നമ്മുടെ ചാമുണ്ടി ഹിൽസിൻ്റെ മുകളിലുള്ള ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. സൗത്ത് ഇന്ത്യയിൽ തന്നെ 2 ഫേമസ് ടെമ്പിൾസാണ് പാർവതി ദേവിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നിതും ഒന്ന് മധുര മീനാക്ഷി ക്ഷേത്രമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മഹിഷാസുരനില്ലേ, പുള്ളിയാണ് കേട്ടോ ഈ നിൽക്കുന്നത്. നമ്മൾ ഈ മല കയറി വരുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ആൾ നിന്നുകൊണ്ടാണ്. കഥ പറഞ്ഞിട്ട് ആളെ കാണിച്ചില്ലെങ്കിൽ അത് ശരിയല്ലല്ലോ. അപ്പം ബൈ.